പഞ്ചവാദി രംഗത്ത് അക്ഷരനഗരിയുടെ അനുഗ്രഹമായി 7 വയസ്സുള്ള റിതി അനീഷ് ഇടക്കയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ്. വടവാതൂർ രവീന്ദ്രൻ വീട്ടിൽ അനീഷ് മാധുരി ദമ്പതികളുടെ മകളാണ് റിതി. കുട്ടിക്കാലം മുതൽക്കേ കലകളോട് റിതിക്ക് വലിയ താല്പര്യമാണ്. അത് മനസ്സിലാക്കിയ മാതാപിതാക്കൾ കുട്ടിയുടെ ആഗ്രഹത്തിനൊപ്പം നിന്നു. ഇടയ്ക്ക് പുറമെ ഡാൻസിലും റിതിക്ക് താല്പര്യമുണ്ട്. റിതിക്ക് 3 വയസ്സുള്ളപ്പോൾ മുതലാണ് ഇടയ്ക്ക പഠിക്കാൻ തുടങ്ങുന്നത്. തിരുനക്കര അർജുൻ മാരാരുടെ ശിക്ഷണത്തിലാണ് പഠനവും പരിശീലനവും നൽകിയത്. കഴിഞ്ഞ 8 മാസമായി അരങ്ങേറ്റം കുറിക്കാനുള്ള കഠിന ശ്രമത്തിലായിരുന്നു റിതി. ക്ലാസ്സിനൊപ്പം തന്നെ കലാപ്രവർത്തനങ്ങളിലും സമയം കണ്ടെത്തിയിരുന്നു. പഞ്ചവാദി രംഗത്ത് 7 വയസ്സുള്ളപ്പോൾ ഇടക്കയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന റെക്കോർഡും റിതിക്ക് ഇതോടെ സ്വന്തമാകും. ഏപ്രിൽ 14 വിഷുദിനത്തിൽ വൈകിട്ട് 5 മണിക്ക് വടവാതൂർ മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് റിതി അനീഷിന്റെ അരങ്ങേറ്റം. വാദ്യമേളം പഠിക്കുന്നതിലേക്ക് എത്തുക പറഞ്ഞാൽ ആദ്യമേ പാട്ട് പഠിക്കാനാണ് വരുന്നത്. ആദ്യം ഒരു 3.5 വയസ്സിൽ അവിടെ പാട്ട് പഠിക്കാനാണ് ദക്ഷിണായിട്ട് വെക്കാൻ പറ്റുന്നത്. അതിനുശേഷം പിന്നെ എൻ്റെയും കുറെ തിരക്കുകൾ കാരണം അത് പുറകോട്ട് മാറിപ്പോയി. പിന്നീട് ഇപ്പം ഒരു 8 മാസം മുമ്പ് തൊട്ട് വീണ്ടും പാട്ട് പഠിക്കാനായിട്ടാണ് വരുന്നത്. പാട്ട് പഠിക്കാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നി ഇടയ്ക്ക കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പം എന്നാൽ പിന്നെ ഇടയ്ക്ക പതുക്കെ പൊട്ടിച്ച് നോക്കാമെന്ന് തോന്നി. ഞാൻ ഇടയ്ക്ക സാധകം ചെയ്യാനുള്ള കൈമത്തകളും കാര്യങ്ങളും കൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആളോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടി കേൾപ്പിക്കുന്നു. ചെറിയ കുട്ടിയാണ്, ശരിയാണ്, പക്ഷേ നമ്മൾ പറയുന്നൊരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കി പൊട്ടിത്തരുമ്പോഴത്തേക്കും അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ ഇടയ്ക്കയിലേക്ക് തന്നെ കുറച്ചുകൂടെ നല്ല രീതിക്കാൻ നോക്കാം. അങ്ങനെയാണ് പിന്നെ പതുക്കെ പഞ്ചവാദ്യങ്ങളിലെ ഈ ചില താളവട്ടങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. അതെല്ലാം ആൾ അതുപോലെ തന്നെ പൊട്ടിത്തരും. അപ്പം പിന്നെ ഞാൻ തന്നെ അങ്ങ് ഉറപ്പിച്ചു. അപ്പം വീട്ടുകാരായിട്ട് സംസാരിച്ചു. അപ്പം അവർ പറഞ്ഞു കുഴപ്പമില്ല, ആർക്കിൻ്റെ ഇഷ്ടം എങ്ങനെ വെച്ചാൽ നോക്കി ചെയ്യാൻ പറഞ്ഞു. അപ്പം അത് പ്രകാരം പഞ്ചായത്തിലേക്ക് നേരെ തിരിഞ്ഞപ്പം അതൊക്കെ ഇടയ്ക്ക മേടിച്ച് തോളത്തിട്ട് കൊടുത്തപ്പോഴാൾക്ക് കാര്യം വെയിറ്റും കാര്യങ്ങളുണ്ടെങ്കിലും അത്യാവശ്യം തോളത്തിട്ട് കൊട്ടുന്നുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇത്ര ചെറു പ്രായമാണ്, അരങ്ങേറ്റം നടത്താം എന്നൊരു രീതിയിൽ വന്നു. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും, കാരണം എല്ലാ ദിവസവും വൈകുന്നേരം കുട്ടി ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വരിക, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരും, വന്ന് ഈ ക്ലാസ് എടുക്കുകയാണ്. ഓരോ ദിവസങ്ങളും കാണിച്ചാണ്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ടൊരു 7 മാസമായിട്ട്. അത് അമ്പലത്തിൽ ചാടിയിട്ട് കൊട്ടുന്നുണ്ടപ്പോ എനിക്ക് കൊതി വന്നപ്പോ ഞാൻ പറയാൻ അച്ഛനും അമ്മയ്ക്ക് സമ്മതിച്ചു. പഠിക്കാനൊക്കെ എളുപ്പമായിരുന്നു. ഇപ്പൊ 2 ഇനി 3 കലകളോട് വലിയ ഇതാണ്. ഡാൻസ് പഠിക്കുന്നുണ്ട്, എന്നും ഡാൻസ് പോകുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പാട്ട് പഠിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ കൂടെ എല്ലാം കൂടെ പഠിത്തവും ഡാൻസും ഇതും എല്ലാം കൂടെ നടക്കും. ഒരു ഇതുണ്ടായിരുന്നു. അന്നേരം ഇതിന് ശരി ഇതായിക്കോട്ടെ എന്ന് ചോദിച്ചു. അന്നേരം ആദ്യം പറഞ്ഞു പിന്നെ ഇവരൊക്കെ പഠിച്ച അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 6 മാസം ഇവര് പഠിച്ച് ഇതൊക്കെ ഒരാഴ്ച കൊണ്ട് ഗ്രാപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. നല്ല കഴിവുണ്ട്, നല്ലതാണ്. പഠിക്കുന്നതിന്റെ കൂടെ എന്നും വന്ന് ആശാനൊന്നും വരുമായിരുന്നു, എന്നും വന്ന് പഠിപ്പിക്കായിരുന്നു. അപ്പൊ അതനുസരിച്ച് നല്ല ഇതിനെ കൊണ്ടാലെല്ലാം പോയി. അന്നേരം വളരെ സന്തോഷം. തീർച്ചയായിട്ടും വിഷു ദിനത്തിലല്ലേ ഇപ്പൊ അന്ന് തന്നെ അമ്പലത്തില് ഇതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്.